ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ്. രാജ്ഭവനിൽ നിന്ന് റോഡ് മാർഗം പാങ്ങോട് മിലിറ്ററി ഏരിയയിലെത്തി ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് നഗരം. നഗരത്തിലെമ്പാടും പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. തുറമുഖത്തിന്റെ സുരക്ഷാ ചുമതല SPG ഏറ്റെടുത്തു. വിഴിഞ്ഞത്ത് കടലിലും നേവിയും കോസ്റ്റ് ഗാർഡും കാവലൊരുക്കിയിട്ടുമുണ്ട്. അഭിമാന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ 10,000 പേരെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തലസ്ഥാനത്തെത്തി. ഇന്നലെ വൈകിട്ട് 7:45 എയർ ഇന്ത്യ വിമാനത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി, നഗരസഭാ മേയർ, BJPയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി നിരവധി പേരാണ് പാതയോരങ്ങളിൽ തടിച്ചു കൂടിയത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ എണ്ണത്തിൽ വ്യക്തതയായി 6 ഭീകരെയാണ് ഇന്ത്യ തിരയുന്നത്. ഇതിൽ 4 ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. മറ്റ് 2 പേർ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. ഈ 6 ഭീകരർക്കായാണ് അനന്ത്നാഗ് മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇവർ ജമ്മുവിലേക്ക് കടക്കുന്ന അടക്കം തടഞ്ഞുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി അനന്ത്നാഗ് മേഖല സൈന്യം വളഞ്ഞാണ് തിരിച്ചടിച്ചൽ നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും ഇന്ത്യ കൃത്യമായി തിരിച്ചടിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ദില്ലിയിൽ നടന്ന പൊതു പരിപാടിയിലാണ് അമിത്ഷായുടെ നിലപാട് വ്യക്തമാക്കിയത്. തിരിച്ചടിക്ക് സജ്ജമാണെന്ന് സേനകളും വ്യക്തമാക്കി. പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെക്കാനും പാക് IP അഡ്രസ്സുള്ള വെബ്സൈറ്റുകൾ നിരോധിക്കാനും തീരുമാനിച്ച് പാകിസ്ഥാന് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. തിരിച്ചടി ഭയന്ന് കറാച്ചിയിലും ലാഹോറിലും ചിലയിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമഗതാഗതം തടഞ്ഞു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് പാകിസ്ഥാന്റെ നടപടി. ഇന്ത്യ ആക്രമിക്കുമെന്ന ഭയം കാരണമാണ് വ്യോമഗതാഗതം തടഞ്ഞത് എന്നാണ് സൂചന. അതേസമയം വാഗ അതിർത്തിയിലെ നിയന്ത്രണത്തെ ചൊല്ലി ഇന്ത്യ പാക് തർക്കം. പാക് പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചു. അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാൻ പൗരന്മാരെ കടത്തിവിടുന്നത് ഇന്ത്യ തുടരും. അതിർത്തി ഇന്നലെ മുതൽ അടയ്ക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും പാകിസ്ഥാനിൽ മടക്കി അയക്കാനായി ഇത് തുറക്കും. ആശാസമരത്തിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്ത കലാമണ്ഡലം വൈസ് ചാൻസലർ മല്ലിക സാരാഭായ് ആശമാരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ അയച്ചുകൊടുത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ആശമാരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കലാമണ്ഡലം വൈസ് ചാൻസലറെ പിൻവലിപ്പിക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. കൈക്കൂലി കേസിൽ പിടിയിലായ കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥ സ്വപ്ന സുപ്രധാന ചുമതല നേടിയത് മേലധികാരികളുടെ പ്രിയം നേടിയതിലൂടെ. സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് അന്വേഷണം തുടങ്ങി. കോർപ്പറേഷൻ പരിധിയിൽ ഇവർ നൽകിയ മുഴുവൻ ബിൽഡിംഗ് പെർമിറ്റ് രേഖകളും വിജിലൻസ് റെയ്ഡിലൂടെ പിടിച്ചെടുത്തു. 2 വർഷമായി വെറ്റില സോണൽ ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിരുന്ന സ്വപ്നയെ തൃശൂർ വിജിലൻസ് ജഡ്ജിക്ക് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലോക തൊഴിലാളി ദിനത്തിൽ KSRTC ജീവനക്കാർക്ക് അവധി ദിവസമായിട്ടും 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാനായതിന്റെ സന്തോഷം പങ്കുവച്ചു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 1-ാം തീയതി ശമ്പളം നൽകുമെന്ന വാക്കുപാലിക്കാൻ അവധി ദിനത്തിന്റെ തലേദിവസം തന്നെ ശമ്പളത്തുക ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഈ നിർദ്ദേശപ്രകാരമാണ് മെയ് ദിനത്തിൽ KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാനായതെന്നും മന്ത്രി വിവരിച്ചു. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനുള്ള പുതിയ നടപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നു. മാർച്ച് മാസത്തിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ അവതരിപ്പിച്ച കാര്യങ്ങൾക്കനുസൃതമായാണ് ഈ നടപടി. കോട്ടയം അയർക്കുന്നത്ത് പെൺമക്കളുമായി യുവ അഭിഭാഷക ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും 14 ദിവസം റിമാൻഡ് ചെയ്തു. ജിസ്മോളുടെ ഭർത്താവും നീർക്കാട് സ്വദേശിയുമായ ജിമ്മിയും അച്ഛൻ ജോസഫുമാണ് റിമാൻഡിലായി. ഇന്നലെയാണ് 2 പേരെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ ഇവർക്കെതിരെയുള്ള നിർണായക തെളിവുകൾ കിട്ടിയോടെയായിരുന്നു നടപടി. ഗാർഹികവും പീഡനവും ആത്മഹത്യാ പ്രേരണവും കുറ്റവും ചുമത്തിയായിരുന്നു അറസ്റ്റ്. കുവൈറ്റിൽ നഴ്സുമാരായ മലയാളി ദമ്പതിമാരെ കുത്തേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി. അബ്ബാസിയയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ്, എറണാകുളം സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസസ്ഥലത്താണ് ഇരുവരെയും കുത്തേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വഴക്കിനിടെ ദമ്പതിമാർ പരസ്പരം കുത്തിയെന്നാണ് പ്രാഥമിക വിവരം. കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. 74-കാരിയായ ഓമനയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിന് വെട്ടേറ്റ നിലയിലാണ് കിടപ്പൂരിൽ ഓമനയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് വെസ്റ്റ് ബംഗാൾ സ്വദേശിയുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഷാജന ഹലി എന്നയാളുടെ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവ് ആണ് കുന്നമംഗലം എക്സൈസ് പിടികൂടിയത്. കൊച്ചി വെറ്റിലയിലെ 4 സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അനാശാസം വെറ്റില ആർട്ടി ഹോട്ടൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 15 യുവതികളും ഇടനിലക്കാരും പിടിയിലായി. ലഹരി പരിശോധനയ്ക്ക്
ാണ് സ്പായുടെ മറവിൽ പ്രവർത്തിക്കുന്ന അനാശ സംഘം പിടിയിലായത്. മംഗളൂരു നഗരത്തിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻസ് വീഴ്ചയുണ്ടായെന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള. കാശ്മീരികൾ മികച്ച രീതിയിൽ ജീവിക്കുന്നത് പാകിസ്ഥാൻ ഇഷ്ടമല്ലെന്നും ഈ ആക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എത്രത്തോളം തിരിച്ചടിയാവുമെന്നും അവർ പരിഗണിച്ചില്ലെന്നും ഫാറൂഖ് അബ്ദുള്ള പ്രതികരിച്ചു. പാകിസ്ഥാനെ തെമ്മാടി രാജ്യമെന്ന് വീണ്ടും വിളിച്ചു ഇന്ത്യ. പാകിസ്ഥാൻ ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സിനെ തലസ്ഥാനത്ത് നീക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാട്സിന് പകരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ താൽക്കാലികമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല വഹിക്കും. അമേരിക്കയുടെ UN അംബാസഡറാക്കിയാണ് വാട്സിന്റെ പകര ചുമതല നൽകിയിരിക്കുന്നത്. യമനിൽ ഹൂതികൾക്കെതിരെ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്ത ഗ്രൂപ്പ് ചാറ്റ് ചോർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭരണതലത്തിലെ ഈ മാറ്റം. IPL രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസ് 100 റൺസിന്റെ തകർപ്പൻ ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 60 റൺസ് റയാൻ റിക്കൾട്ടന്റെയും 50 റൺസ് എടുത്ത രോഹിത് ശർമ്മയുടെയും 40 റൺസ് വീതമെടുത്ത സൂര്യകുമാർ യാദവിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും മികവിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 217 റൺസ് എടുത്തു. എന്നാൽ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാന് 117 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയും ദീപക് ചഹാറും ഹാർദിക് പാണ്ഡ്യയും ഉൾപ്പെടെ മുംബൈയുടെ പേസ് അറ്റാക്കിന് മുന്നിൽ രാജസ്ഥാൻ ബാറ്റിംഗ് നിര ചീട്ട് കൊട്ടാരം പോലെ തകരുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടി മനം കവർന്ന 14-കാരൻ വൈഭവ് സൂര്യവംശി റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. ഈ ജയത്തോടെ 11 കളിൽ നിന്ന് 14 പോയിന്റ് നേടിയ മുംബൈ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. 11 കളികളിൽ നിന്ന് 6 പോയിന്റ് മാത്രമുള്ള രാജസ്ഥാൻ ഈ തോൽവിയുടെ ഈ സീസണിൽ നിന്ന് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. പുലിപ്പല്ല് കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ പിന്നാലെ പുതിയ ഗാനത്തിന്റെ ടീസർ പുറത്തിറക്കി റാപ്പർ വേടൻ. തെരുവിന്റെ മോൻ എന്നാണ് ഗാനത്തിന്റെ പേര്. 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ടീസറിൽ നായയുടെ ചിത്രമുള്ള കോട്ട് ധരിച്ചാണ് വേടൻ പ്രത്യക്ഷപ്പെടുന്നത്. കരയല്ലേ നെഞ്ചേ കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ എന്ന വരികളാണ് ടീസറിൽ കേൾക്കാനാവുക. ജാഫർ അലിയാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹൃതിക് ശശികുമാർ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു. വിഷ്ണു മലയിലാണ് കലാസംവിധാനം. ബിഗ് ബജറ്റ് ചിത്രം ഒറ്റക്കൊമ്പലിലെ തന്റെ ഷെഡ്യൂൾ പൂർത്തിയായത് അറിയിച്ച് ബോളിവുഡ് താരം കബീർ ദുഹാൻ സിംഗ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.